നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാലിന്യമുക്തം നവകേരളം മാലിന്യമുക്ത ജില്ലയായി കാസർഗോഡിനെ പ്രഖ്യാപിച്ചു. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ പുരസ്കാര വിതരണം നിർവഹിച്ചു. മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്ര മഹോത്സവത്തിലെ സുപ്രധാന ചടങ്ങായ മൂടപ്പസേവയ്ക്ക് ക്ഷേത്രമൊരുങ്ങി. ഞായറാഴ്ച രാവിലെ മധൂർ വിനായകദേവന്റെ ദിവ്യദർശനം ഭക്തലക്ഷങ്ങൾക്ക് ലഭിക്കും. കാസർഗോഡ് ജില്ലയിൽ വലിയ തോതിൽ മയക്കുമരുന്നുകൾ പിടികൂടിയത് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധം. UDF കാസർഗോഡ് മുനിസിപ്പൽ കമ്മിറ്റി നേതൃത്വത്തിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷം സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്ന പിലിക്കോട് ഗ്രാമപഞ്ചായത്തിലെ കാലിക്കടവ് മൈതാനം ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ സന്ദർശിച്ചു. വാർത്തകൾ വിശദമായി. മാലിന്യമുക്തം നവകേരളം മാലിന്യമുക്ത ജില്ലയായി കാസർഗോഡിനെ പ്രഖ്യാപിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP പ്രഖ്യാപനം നടത്തി. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ പുരസ്കാര വിതരണം നിർവഹിച്ചു. മാലിന്യമുക്തം നവകേരളം മാലിന്യമുക്ത ജില്ലയായി കാസർഗോഡിനെ പ്രഖ്യാപിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP പ്രഖ്യാപനം നടത്തി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാ പ്രദേശങ്ങളിലും AI ക്യാമറ സ്ഥാപിച്ച് ഈ മാലിന്യം പരസ്യമായി കൊണ്ട് അന്യൻ്റെ പുരയിടങ്ങളിലും അതുപോലെ തന്നെ റോഡുകളുടെ പരിസരങ്ങളിലും അതുപോലെ തന്നെ ജലാശയങ്ങളിലുമൊക്കെ വലിച്ചെറിയുന്നത് അത് കർശനമായി തടയാൻ നിയമനിർമ്മാണം വേണം. അതിന് നിയമനിർമ്മാണം മാത്രം പോലെ അതിന് പണം ആവശ്യമായി വരും. അതിനാവശ്യമായ പണം ഈ രംഗത്ത് സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകാൻ തയ്യാറായാൽ ഫലപ്രദമായി ഈ വലിച്ചെറിയൽ പ്രക്രിയ അവസാനിപ്പിക്കാൻ നമുക്ക് സാധിക്കും. വ്യക്തി ശുചിത്വം പോലെ തന്നെ പരിസര ശുചിത്വം, ആ ശുചിത്വം പാലിക്കാൻ നമുക്കെല്ലാവർക്കും ബാധ്യതയുണ്ട്. ഈ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന കാര്യത്തിൽ ഇനിയും ആരെങ്കിലും നിർബാധം ഈ പ്രക്രിയ തുടരുന്ന ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ട് ഹാജരാക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറായാൽ കുറേയൊക്കെ ഇത് അവസാനിപ്പിക്കാൻ പറ്റും. ഇന്നിവിടെ ഈ പ്രഖ്യാപനം നടത്തിയാൽ ഈ പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാകണമെങ്കിൽ ഈ പ്രഖ്യാപനത്തിൽ മാത്രം ഇത് ഒതുങ്ങി നിന്നാൽ പോരാ. ഈ പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ സാക്ഷാത്കരിക്കാൻ കഴിയണമെങ്കിൽ അധ്യക്ഷവേദിയിരിക്കുന്ന ഞാനടക്കമുള്ള ഓരോരുത്തരും നിങ്ങൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാനും ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും ഈ ജില്ലയിൽ നമ്മുടെ ആ പ്രഖ്യാപനം കേവലം ഒരു പ്രഖ്യാപനമല്ല എന്ന് തെളിയിക്കാനും നമുക്ക് കഴിയണം. MLA-മാരായ NA നെല്ലിക്കുന്ന്, E. ചന്ദ്രശേഖരൻ, ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ എന്നിവർ സംസാരിച്ചു. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത് പുരസ്കാര വിതരണം നിർവഹിച്ചു. ഏറ്റവും മികച്ച CDS നീലേശ്വരം നഗരസഭ. പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P. ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ, ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 33 വർഷത്തിന് ശേഷം നടക്കുന്ന മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്ര അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവവും മൂടപ്പസേവയും. മഹോത്സവത്തിലെ സുപ്രധാന ചടങ്ങായ മൂടപ്പസേവയ്ക്ക് ക്ഷേത്രമൊരുങ്ങി. ഞായറാഴ്ച രാവിലെ ഉണ്ണിയപ്പ പർവ്വതത്തിന്റെ മധ്യത്തിൽ നിന്നും ബൊഡ്ഡച്ച ശ്രീ മധൂർ വിനായകദേവന്റെ ദിവ്യദർശനം ഭക്തലക്ഷങ്ങൾക്ക് ലഭിക്കും. മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്ര അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവവും മൂടപ്പസേവയും. ഭക്തി നിർഭരമായ മഹോത്സവം സമാപന മുഹൂർത്തങ്ങളിലേക്ക്. ശനിയാഴ്ച രാവിലെ ദീപബലിയോടുകൂടി വൈദിക ചടങ്ങുകൾക്ക് തുടക്കമായി. തുടർന്ന് ദർശനബലി, രാജാങ്കണ പ്രസാദം, ശതരുദ്രാഭിഷേകം, 128 നാളികേര അഷ്ടദ്രവ്യ മഹാഗണപതി യാഗം, കലശാഭിഷേകം എന്നിവ നടന്നു. 9 മണിയോടെ മഹാമൂടപ്പസേവയുടെ അരികൊട്ടൽ മുഹൂർത്തം, ഉച്ചയ്ക്ക് ഉണ്ണിയപ്പമുണ്ടാക്കാൻ തുടക്കം, മഹാപൂജ എന്നിവ നടന്നു. വൈകുന്നേരം 5 മണിക്ക് ഉത്സവബലി, മൂലസ്ഥാനമായ ഉളിയത്തടുക്കയിലേക്ക് ശ്രീദേവന്റെ എഴുന്നള്ളത്ത്, തുടർന്ന് മധൂർ വെടിക്കെട്ടയിൽ വെടിക്കെട്ട് പ്രദർശനവും നടന്നു. 10 മണിയോടെ ശ്രീ ഭൂതബലിയും മഹാമൂടപതിവാസ ഹോമം എന്നിവ നടന്നു. തുടർന്ന് ശ്രീ മഹാഗണപതി ദേവന് മഹാമൂട സമർപ്പണവും ശയ്യാകൽപ്പനയും നടന്നു. കവാടബന്ധനത്തോടെ 11ാം ദിനത്തിലെ വൈദിക ചടങ്ങുകൾക്ക് സമാപനമായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
കാസർഗോഡ് ജില്ലയിൽ വലിയ തോതിൽ മയക്കുമരുന്നുകൾ പിടികൂടിയത് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന്. ഉപ്പള പ്രധാന കേന്ദ്രം പരിശോധന ശക്തമാക്കുന്നതിനിടെ 2.53 ഗ്രാം MDMA-യുമായി ഉപ്പളയിൽ യുവാവ് അറസ്റ്റിൽ. ജില്ലയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കേസുകൾ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ നിന്ന്. ജില്ലാ പോലീസ് മേധാവി ഡി ശില്പ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട 1.5 മാസത്തിനകം രജിസ്റ്റർ ചെയ്ത കേസുകളെക്കുറിച്ചുള്ള വിവരങ്ങളിൽ മയക്കുമരുന്ന് പിടികൂടിയ കേസിന്റെ കണക്കിൽ ഹൊസ്ദുർ, കാസർഗോഡ്, ബേക്കൽ പോലീസ് സ്റ്റേഷനുകളാണ് മുൻപിലെങ്കിലും കൂടിയ അളവിൽ മയക്കുമരുന്ന് പിടികൂടിയത് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. മഞ്ചേശ്വരത്തെ ഉപ്പള കേന്ദ്രീകരിച്ചാണ് കൂടുതൽ കേസുകളും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിനിടയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന MDMA-യുമായി ഉപ്പളയിൽ യുവാവിനെ പിടികൂടി. ഉപ്പളയിലെ ക്വാർട്ടേഴ്സിൽ താമസക്കാരനായ റാഹിസ് എന്ന യുവാവാണ് 2.53 ഗ്രാം MDMA-യുമായി പിടിയിലായത്. രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് യുവാവിനെ മയക്കുമരുന്നുമായി മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിൽ ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ നടന്നുവരുന്ന സ്പെഷ്യൽ ഡ്രൈവിൽ 312 കേസുകളാണ് കഴിഞ്ഞ ദിവസം വരെ രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 311 പ്രതികളും പിടിയിലായി. തുടർച്ചയായി കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പോലീസിന്റെയും എക്സൈസിന്റെയും ലഹരിവേട്ട ജില്ലയിൽ ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് UDF കാസർഗോഡ് മുനിസിപ്പൽ കമ്മിറ്റി നേതൃത്വത്തിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു. മുൻമന്ത്രി CT അഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് UDF കാസർഗോഡ് മുനിസിപ്പൽ കമ്മിറ്റി കാസർഗോഡ് നഗരസഭാ കാര്യാലയത്തിന് സമീപം സംഘടിപ്പിച്ച രാപ്പകൽ സമരം മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷററും മുൻ മന്ത്രിയുമായ CT അഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും ആവശ്യമായ ബഡ്ജറ്റിൽ നീക്കിവെച്ച തുക പോലും നൽകുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തുകൾക്ക് ആവശ്യമായ ജീവനക്കാരില്ല. എഞ്ചിനീയറിംഗ് വിഭാഗം എഞ്ചിനീയർമാരില്ല, ഓവർസിയർമാരില്ല. എങ്ങനെ മുനിസിപ്പാലിറ്റികൾ തീരുമാനിക്കുന്ന അംഗീകരിക്കുന്ന പദ്ധതികൾ എങ്ങനെ നടപ്പാക്കാൻ കഴിയും? അങ്ങനെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണം ആകെ സ്തംഭിച്ചിരിക്കുകയാണ്. പദ്ധതികൾ അത് വെട്ടിക്കുറച്ചുകൊണ്ട് നമ്മുടെ ഫണ്ടുകൾ വെട്ടിക്കുറച്ചുകൊണ്ട് ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഞെക്കിക്കൊല്ലുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ സംസ്ഥാനം ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗ് കാസർഗോഡ് മുനിസിപ്പൽ പ്രസിഡന്റ് KM ബഷീർ അധ്യക്ഷത വഹിച്ചു. UDF നേതാക്കളായ AM കടവത്ത്, അഡ്വക്കേറ്റ് സാജിദ് കമ്മാടം, TE മുക്താർ, R ഗംഗാധരൻ, അബ്ബാസ് ബീഗം, സാഹിർ, ആസിഫ്, ജിജി തോമസ്, മനാഫ് നുള്ളിപ്പാടി, G നാരായണൻ, ഹമീദ് ബെദിര തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷം സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്ന പിലിക്കോട് ഗ്രാമപഞ്ചായത്തിലെ കാലിക്കടവ് മൈതാനം ജില്ലാ കളക്ടർ K ഇമ്പശേഖർ സന്ദർശിച്ചു. ജനപ്രതിനിധികളുമായും ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തി. 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്ന കാസർഗോഡ് ജില്ലയിൽ എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ വേദിയായ പിലിക്കോട് കാലിക്കടവ് മൈതാനവും ഏപ്രിൽ 21 രാവിലെ 11 മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജില്ലാതല യോഗത്തിന്റെ വേദിയായ ബേക്കൽ ക്ലബ്ബും ജില്ലാ കളക്ടർ K ഇമ്പശേഖർ സന്ദർശിച്ചു. സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടത്താൻ ആവശ്യമായ നിർദ്ദേശങ്ങളും നൽകി. കാലിക്കടവിൽ ADMP അഖിൽ, എൻഡോസൾഫാൻ സെൽ ഡെപ്യൂട്ടി കളക്ടർ ലിപ്പു S ലോറൻസ്, KDP സ്പെഷ്യൽ ഓഫീസർ V ചന്ദ്രൻ, DIC ജനറൽ മാനേജർ K സജിത് കുമാർ, കിഫ്ബി ULCC പ്രതിനിധികൾ, പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രസന്നകുമാരി, വാർഡ് മെമ്പർ പ്രദീപ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ M മധുസൂദനൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മധൂർ ശ്രീ സിദ്ധിവിനായക ക്ഷേത്രം അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവ മൂടപ്പ സേവയുടെ ഭാഗമായി ഘട്ടി സമാജിയുടെ നേതൃത്വത്തിൽ ഘോഷയാത്ര സംഘടിപ്പിച്ചു. ഉളിയത്തടുകയിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. മധൂർ ശ്രീ സിദ്ധിവിനായക ക്ഷേത്രം അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവ മൂടപ്പ സേവയുടെ ഭാഗമായി ഘട്ടി സമാജിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഘോഷയാത്ര ശ്രദ്ധേയമായി. ഉളിയത്തടുകയിൽ നിന്ന് ആരംഭിച്ച് പറക്കല വഴി ക്ഷേത്രത്തിലെത്തിയ ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. മുത്തുകുടകളും വാദ്യമേളങ്ങളും ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി.
ഘോഷയാത്രയുടെ ഭാഗമായി ക്ഷേത്രത്തിൽ നടന്ന താലിം പ്രദർശനം കാണികളെ ആവേശത്തിലാക്കി. മാർച്ച് 27 മുതൽ നടന്നുവരുന്ന ഉത്സവാഘോഷങ്ങൾക്ക് ഞായറാഴ്ച സമാപനമാകും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇന്ത്യയിലെ സ്മാർട്ട് ഫോൺ ടെക്നോളജി ട്രെയിനിംഗ് രംഗത്തെ പ്രഥമ ഇൻസ്റ്റിറ്റ്യൂട്ടായ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയുടെ കാസർഗോഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനം പ്രൗഢമായ അന്തരീക്ഷത്തിൽ നടന്നു. രാജ്യസഭാ MP അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ ടെക്നോളജി പരിശീലന രംഗത്തെ പ്രഥമ സ്ഥാപനമായ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇൻസ്റ്റിറ്റ്യൂട്ട് കാസർഗോഡ് പ്രവർത്തനം ആരംഭിച്ചു. രാജ്യസഭാ MP അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ ഉദ്ഘാടനം ചെയ്തു. കരോൾ ബാഗ് എന്ന് പറയുന്ന സ്ഥലം ഇപ്പോൾ ആരെങ്കിലും പോവുകയാണെങ്കിൽ അത് ബ്രിഡ്കോ എന്ന സ്ഥാപനം എവിടെയാണെന്ന് ചോദിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് ആ സ്ഥാപനം വളരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയത് എന്ന് പറയുന്നത് നമുക്കറിയാം. ഈ പറയുന്ന ഈ ബ്രിഡ്കോയിൻ്റെ സാരഥികളുടെ വലിയൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. അത് മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സംഗതി അന്ന് ഇറങ്ങിയിട്ടുള്ള ഒരു കാലം മാത്രമാണ്. നമുക്കറിയാം 98 എന്നൊക്കെ പറയുമ്പോൾ മൊബൈൽ ഫോൺ ഇറങ്ങിയിട്ട് ചിലപ്പോൾ 1-2 കൊല്ലമായിട്ടുണ്ടാവുള്ളൂ, അതിൽ കൂടുതലൊന്നും ആയിട്ടില്ല. എല്ലാവരുടെയും കയ്യിൽ മറ്റേ വലിയ രീതിയിലുള്ള മോട്ടോറോളയും നോക്കിയയും ഹാൻഡ്സെറ്റൊക്കെ ഉള്ള ആ സമയത്ത് ഈ മൊബൈൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് എത്രത്തോളം ഭാവിയിൽ ഉണ്ടാകുമെന്ന് അന്ന് നമ്മുടെ മനസ്സിൽ ഓർക്കുകയും അതെങ്ങനെ നമ്മൾ സമൂഹത്തിനും അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും പകർന്നു നൽകുകയും വേണമെന്നുള്ളതും, അങ്ങനെ പകർന്നു നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാർത്ഥികൾക്കും മക്കൾക്കുമെല്ലാം ഏത് രീതിയിൽ പ്രയോജനപ്പെടും എന്നുള്ളതും അന്ന് നമ്മളുടെ തലയിൽ അത് ഉദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത്. തുടർന്ന് നടന്ന സിംബോസിയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന്, കാസർഗോഡ് മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം, DYSP ഉത്തംദാസ് T എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. രംഗീഷ് കടവത്ത്, ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ MD മുത്തു കോഴിച്ചന, ഗോകുലം സീഖ് IAS അക്കാദമി ഡയറക്ടർ ഷാന നസ്രീൻ, JCI ഇന്ത്യ നാഷണൽ ട്രെയിനർ സജിത് കുമാർ VK, ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ സ്ഥാപകൻ ഡോക്ടർ ഹംസ അഞ്ചുമുക്കിൽ എന്നിവർ വിവിധ വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. കാസർഗോഡ് മുനിസിപ്പാലിറ്റി കൗൺസിലർമാരായ ഹനീഫ് KM, രഞ്ജിത D, കാസർഗോഡ് പ്രസ് ക്ലബ് പ്രസിഡന്റ് സിജു കണ്ണൻ, COA സംസ്ഥാന കമ്മിറ്റി അംഗം ഷുക്കൂർ കോളിക്കര, MDA ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് നാൽത്തടുക്ക, വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാസർഗോഡ് യൂണിറ്റ് പ്രസിഡന്റ് TA ഇല്യാസ് തുടങ്ങിയവർ പങ്കെടുത്തു. പരിപാടിയിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രം അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവ മൂടപ്പ് സേവാ ഭാഗമായി തലപ്പാടി ശാരദാ വിദ്യാനികേതൻ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച ശിവലീല, അഹല്യാബായ് ഹോൾക്കറിന്റെ ജീവചരിത്രം എന്നീ നൃത്തശില്പങ്ങൾ ശ്രദ്ധേയമായി. ആയിരക്കണക്കിന് ജനങ്ങളാണ് നൃത്തശില്പം വീക്ഷിക്കുവാനായി എത്തിയത്. മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രം അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവ മൂടപ്പ സേവാ ഭാഗമായി തലപ്പാടി ശാരദാ വിദ്യാനികേതൻ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച ശിവലീല, അഹല്യാബായ് ഹോൾക്കറിന്റെ ജീവചരിത്രം എന്നീ നൃത്തശില്പങ്ങൾ ശ്രദ്ധേയമായി. കലശഭജനയിലൂടെ ആരംഭിച്ച പരിപാടി 34 വർഷമായി ഇൻഡോറിലെ മഹാറാണിയായിരുന്ന നിരവധി പുരാതന ഭാരതീയ ക്ഷേത്രങ്ങളെ പുനർജീവിപ്പിച്ചതുമായ അഹല്യാബായ് ഹോൾക്കറുടെ ജീവിത നേട്ടങ്ങളെ അവതരിപ്പിക്കുന്നതായിരുന്നു നൃത്തശില്പം. പരിപാലയ പരമേശി കമലാലയ ശ്രീദേവി ശിവശക്തിയെ സ്മരിക്കുന്ന ശിവലീല നൃത്തശില്പവും ആസ്വാദക മനസ്സിനെ ഭക്തി നിർഭരമാക്കി. ശിവനേ ജയ ജയ ശങ്കരനേ ജയ വിശ്വേശ്വരനേ. 200ഓളം കുട്ടികൾ ചേർന്ന് അവതരിപ്പിച്ച സാംസ്കാരിക പരിപാടി ആയിരക്കണക്കിന് കാണികളുടെ പ്രശംസ ഏറ്റുവാങ്ങുന്നതായിരുന്നു.
മധൂറിലെ ശ്രീ മദനന്തേശ്വര ക്ഷേത്രത്തിലെ പ്രധാന വേദി കലാപ്രതിഭകളായ നിരവധി വിദ്യാർത്ഥികളുടെ അത്ഭുതകരമായ നൃത്താവിഷ്കാരത്തിന് സാക്ഷ്യം വഹിച്ചു. തുളുനാട് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ എം വി പുരാണിക്, മറ്റ് അധ്യാപകരെന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദളിത് കുടുംബത്തിന് JDS പ്രവർത്തകരുടെ ശ്രമഫലമായി ലഭിച്ച വൈദ്യുതി കണക്ഷൻ ഉദ്ഘാടനം നടന്നു. JDS മുതിർന്ന നേതാവും സംസ്ഥാന സമിതി അംഗവുമായ ഡോക്ടർ ഖാദർ ഉദ്ഘാടനം നിർവഹിച്ചു. മഞ്ചേശ്വരം മണ്ഡലത്തിലെ കുമ്പള പഞ്ചായത്തിൽ 5-ാം വാർഡിൽ താമസിക്കുന്ന ദളിത് കുടുംബത്തിന് JDS പ്രവർത്തകരുടെ ശ്രമഫലമായി ലഭിച്ച വൈദ്യുതി കണക്ഷൻ ഉദ്ഘാടനം JDS മുതിർന്ന നേതാവും സംസ്ഥാന സമിതി അംഗവുമായ ഡോക്ടർ ഖാദർ നിർവഹിച്ചു. ദളിത് സെന്റർ നേതാവ് രഘുറാം അധ്യക്ഷത വഹിച്ചു. JDS ജില്ലാ പ്രസിഡന്റ് PP രാജു, ജനറൽ സെക്രട്ടറി KM ബാലകൃഷ്ണൻ, മഹിളാ ജനതാ നേതാവ് സുമാ രാജു, നേതാക്കളായ വെങ്കിടേഷ്, ദിലീപ് മേടയിൽ എന്നിവർ സംസാരിച്ചു. മണ്ഡലം പ്രസിഡന്റ് പ്രിജു K ബള്ളാർ സ്വാഗതവും വീട്ടുടമ അങ്കാര നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ ഗ്രാമത്തിന്റെ നെല്ലറിയായി അറിയപ്പെടുന്ന കുട്ടനാടി പാടശേഖരത്തിലെ നെൽ കർഷകർക്ക് തിരിച്ചടിയാവുന്ന തരത്തിൽ ചെറിയചാൽ മീലിയാട്ട് ക്രോസ് ബാറിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. തൈക്കീൽ റോഡിനടുത്തുള്ള മീലിയാട്ട് ക്രോസ് ബാറിൽ സ്ഥാപിച്ചിരുന്ന പലകകൾ തകർത്തെറിഞ്ഞു. ഉറപ്പിച്ചു നിർത്തിയിരുന്ന കോൺക്രീറ്റ് സ്ലാബുകൾ ഹാമർ ഉപയോഗിച്ച് പൊളിക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച പുലർച്ചെ വയലിലേക്ക് ഉപ്പുവെള്ളം കയറിയത് കണ്ട കർഷകർ അന്വേഷിച്ചെത്തിയപ്പോഴാണ് ക്രോസ് ബാറിലുണ്ടായ അതിക്രമം കണ്ടെത്തിയത്. 3 പതിറ്റാണ്ട് മുൻപ് പണിത മീലിയാട്ട് ക്രോസ് ബാറിൽ സ്ഥാപിച്ച പലകകൾ ഭൂരിഭാഗവും ഇളക്കിയെടുത്ത് കടത്തിക്കൊണ്ടുപോയ അവസ്ഥയിലാണ്. പലകകളിടുന്ന കോൺക്രീറ്റ് സ്ലാബുകളാണ് ഹാമർ ഉപയോഗിച്ച് അടിച്ച് തകർത്തത്. കുട്ടനാടി പാടശേഖരത്തിൽ നെല്ല് വിരിയുന്ന വേളയിലുണ്ടായ അതിക്രമം മൂലം 20 ഏക്കറിൽ കൂടുതൽ നെൽകൃഷി നശിക്കുന്ന തരത്തിലാണ് ഉപ്പുവെള്ളം കയറിയിട്ടുള്ളത്. മീലിയാട്ട് ഭാഗത്തുള്ള കർഷകർ ചെറിയ വരമ്പുകൾ ഉയർത്തി ഉപ്പുവെള്ളം തടയുവാനുള്ള ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. കഴിഞ്ഞ നവംബർ അവസാനത്തോടെ മണൽച്ചാക്കുകൾ നിറച്ച് മരപ്പലകകൾ സ്ഥാപിച്ച ക്രോസ് ബാറിലാണ് സാമൂഹ്യ വിരുദ്ധരുടെ അക്രമമുണ്ടായത്. മഴ ശക്തമാകുന്ന ജൂൺ മാസത്തിൽ പലകകളും മണൽച്ചാക്കുകളും നീക്കുകയാണ് പതിവ്. 2022-23 വർഷം ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ 60,000 രൂപ ചിലവിട്ടാണ് ക്രോസ് ബാറിൽ പലകയിട്ടത്. കർഷകരുടെ പ്രതീക്ഷകൾ തല്ലിക്കെടുത്തുന്ന തരത്തിലാണ് പാടശേഖരത്തിൽ ഉപ്പുവെള്ളം കയറിയിട്ടുള്ളത്. തടയണയിലെ പലകകൾ ചില സാമൂഹ്യദ്രോഹികൾ ഇരുട്ടിൻ്റെ മറവിൽ ഇളക്കി മാറ്റിയത് കാരണം IT പാടശേഖരത്തിലെ കുട്ടനാടി വയലിലെ ഏകദേശം 20 ഏക്കറോളം സ്ഥലം നെൽകൃഷി വിരിഞ്ഞു നിൽക്കുന്ന നെല്ല് കരിഞ്ഞ് ഉണങ്ങിപ്പോകുന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ശക്തമായ വേലിയേറ്റമുണ്ടാകുന്ന വേളയിൽ തോട്ടിൽ നിന്നും നെൽകൃഷിയിടങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്നത് ചൂണ്ടിക്കാട്ടി അധികൃതർക്ക് കർഷകരും പാടശേഖര സമിതിയും കർഷക സംഘടനകളും നിവേദനങ്ങൾ നൽകി വർഷങ്ങളായി കാത്തിരിക്കുകയാണെങ്കിലും വേണ്ട നടപടി ഉണ്ടാവുന്നില്ല. മെട്ടമ്മൽ വയലോടി ചെറിയ ചാലിൻ്റെ തുടക്കത്തിൽ പുതിയ ക്രോസ് ബാർ നിർമ്മിച്ച് ഉപ്പുവെള്ളം കയറുന്നത് തടയണമെന്നാണ് കർഷകരും പാടശേഖര സമിതി ഭാരവാഹികളും ആവശ്യപ്പെടുന്നത്. തകർക്കപ്പെട്ട മീലിയാട്ട് ക്രോസ് ബാർ തൃക്കരിപ്പൂർ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ P സതീശന്റെ നേതൃത്വത്തിൽ കൃഷിവകുപ്പ് അധികൃതരും ഗ്രാമപഞ്ചായത്ത് അംഗം KM ഫരീദ ബീവി, പാടശേഖര സമിതി പ്രസിഡന്റ് VV ബാലകൃഷ്ണൻ, സെക്രട്ടറി VM ശ്രീധരൻ, ട്രഷറർ എള്ളത്ത് കുഞ്ഞികൃഷ്ണൻ എന്നിവരും സന്ദർശിച്ചു. ഉപ്പുവെള്ളം കയറിയതുമൂലം കുട്ടനാടി പാടശേഖരത്തിലെ വിളയാറായ ഏക്കർ കണക്കിന് നെൽകൃഷി കരിഞ്ഞുണങ്ങുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. ഉറുമിസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന ഫണ്ടുകൾ സംസ്ഥാനത്തെ LDF സർക്കാർ വെട്ടിക്കുറച്ചുവെന്നാരോപിച്ച് തൃക്കരിപ്പൂർ പഞ്ചായത്ത് UDF കമ്മിറ്റി നേതൃത്വത്തിൽ ടൗണിൽ രാപ്പകൽ സമരം നടത്തി. മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. പ്ലാനിംഗ് കമ്മീഷനെ നോക്കുകുത്തിയാക്കി കിഫ്ബിയെ കുടിയിരുത്തിയ സംസ്ഥാന സർക്കാർ ഇതിന്റെ പേരിലും ജനങ്ങളുടെ മേൽ ബാധ്യത അടിച്ചേൽപ്പിക്കുകയാണെന്ന് രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്ത മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ ആരോപിച്ചു. 3 പതിറ്റാണ്ടിലധികമായി പ്രാദേശിക ഭരണകൂടങ്ങളിലൂടെ ജനങ്ങളുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ക്രമമായി നടന്നു വരുന്നതിന് അനുവദിച്ചിരുന്ന ഫണ്ടുകൾ ഇപ്പോൾ വെട്ടിക്കുറച്ചത് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു പ്രാദേശിക സംവിധാനം എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണമാണ്. സർക്കാരിന്റെ അതിന് കൃത്യമായ കൃത്യപ്പെടുത്തൽ, സർക്കാരിന് അതിന് കൃത്യമായ വിലയിരുത്തൽ, അതിന്റെ ആഖ്യാനം അങ്ങനെയാണ്. ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഒരു സർക്കാർ ഏജൻസിയെ പോലെ ഈ പഞ്ചായത്തിനെ കൊണ്ട് പണിയെടുപ്പിക്കുക. ഒരു കാര്യവുമില്ല. സർക്കാർ എന്താണോ പറയുന്നത് അത് നടപ്പിലാക്കാൻ ബാധ്യസ്ഥരായ ആളുകൾ എന്നതുപോലെ ഒരു ഏജൻസിയെ പോലെ പഞ്ചായത്തിനെ മാറ്റുകയാണ്. ഇത് പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ ഒരു തരത്തിൽ പറഞ്ഞാൽ
അതിന് നോക്കുകുത്തിയാക്കി മാറ്റുന്ന പ്രവണതയാണ് പ്രിയപ്പെട്ടവരെ. പഞ്ചായത്ത് UDF ചെയർമാൻ PP റഷീദ് ഹാജി അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ, പഞ്ചായത്ത് UDF ചെയർമാൻ TP അഹമ്മദ്, EV ദാമോദരൻ, P കുഞ്ഞിക്കണ്ണൻ, KV വിജയൻ, C രവി, സത്താർ വടക്കുംപാട്, PV കണ്ണൻ മാസ്റ്റർ, K ശ്രീധരൻ മാസ്റ്റർ, KP ദിനേശൻ, EM ആനന്ദവല്ലി, VV അബ്ദുള്ള ഹാജി, C ചന്ദ്രമതി, OT അഹമ്മദ് ഹാജി, അഡ്വക്കേറ്റ് MTP കരീം, PKM കുട്ടി എന്നിവർ സംസാരിച്ചു. ശനിയാഴ്ച രാവിലെ 8 മണിയോടെയാണ് രാപ്പകൽ സമരം അവസാനിച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ നടത്തിയ ലഹരി വിരുദ്ധ സന്ദേശയാത്ര വേറിട്ടതായി. ദുബായ് KMCC ജനറൽ സെക്രട്ടറി യഹിയ തളങ്കര ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ ധാർമ്മിക മുന്നേറ്റവും ബോധവൽക്കരണവും അനിവാര്യമെന്ന് അദ്ദേഹം പറഞ്ഞു. ലഹരിക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സന്ദേശയാത്ര ദുബായ് KMCC ജനറൽ സെക്രട്ടറി യഹിയ തളങ്കര ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ ധാർമ്മിക മുന്നേറ്റം നടത്തേണ്ടത് അനിവാര്യമാണെന്നും പ്രവാസികളായ പിതാക്കന്മാരും കുടുംബാംഗങ്ങളും ലഹരിയുടെ ഭീഷണിയിൽ നിന്ന് യുവതയെ സംരക്ഷിക്കാനുള്ള പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കണമെന്നും യഹിയ തളങ്കര അഭിപ്രായപ്പെട്ടു. വെൽഫിറ്റ് മനാറിൽ ചേർന്ന സംഗമത്തിൽ ജില്ലാ പ്രസിഡന്റ് സലാം കന്യപ്പാടി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി TR ഹനീഫ സ്വാഗതം പറഞ്ഞു. പ്രമുഖ വിദ്യാഭ്യാസ ചിന്തകനും സാമൂഹിക പ്രവർത്തകനുമായ ഷംസു മാസ്റ്റർ ബോധവൽക്കരണം നടത്തി. KMCC സംസ്ഥാന സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ഇബ്രാഹിം ഖലീൽ, അഫ്സൽ മെട്ടമ്മൽ, ഡോക്ടർ ഇസ്മായിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധ കേന്ദ്രങ്ങളിലായി വ്യത്യസ്ത പരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഹ്യൂമൻ വേൾഡ് ഫോർ ആനിമൽസ് ഇന്ത്യ എന്ന മൃഗസംരക്ഷണ സംഘടനയും കാസർഗോഡ് ഫയർഫ്ലൈസും വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തും സംയുക്തമായി വിദ്യാർത്ഥികൾക്കായി മൃഗസംരക്ഷണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പിന് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ ഉദ്ഘാടനം ചെയ്തു. 2015 മുതൽ ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹ്യൂമൻ വേൾഡ് ഫോർ ആനിമൽസ് ഇന്ത്യ മൃഗസംരക്ഷണ സംഘടന, കാസർഗോഡ് ഫയർഫ്ലൈസ്, വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കരുതലിനായി കൊച്ചുകരങ്ങൾ എന്ന ശീർഷകത്തിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. മൃഗങ്ങളെയും പക്ഷികളെയും സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിന് കുഞ്ഞുപ്രായത്തിലെ വിദ്യാർത്ഥികളിൽ അവബോധമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചു വരുന്നത്. ദുരന്തവേളകളിൽ മൃഗങ്ങൾക്കും മരുന്നും ചികിത്സാ സൗകര്യങ്ങളും ഒരുക്കുന്നതിന് മുഖ്യ നേതൃത്വം വഹിക്കുന്ന ഹ്യൂമൻ വേൾഡ് ഫോർ ആനിമൽസ് ഇന്ത്യ വിവിധ മേഖലകളിൽ ബോധവൽക്കരണവും നടത്തിവരുന്നുണ്ട്. 4 മുതൽ 7 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന 30-ൽ പരം വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. വലിയപറമ്പ് പടന്ന കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് P ശ്യാമള അധ്യക്ഷത വഹിച്ചു. UV ദീക്ഷിത് പ്രോഗ്രാം കോർഡിനേറ്ററായി. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഖാദർ പാണ്ഡ്യാല, ഡോക്ടർ അഹന അമീർ, C സുകുമാരൻ മാസ്റ്റർ, NK മുഹമ്മദ് കുഞ്ഞി, CK ലത, അബ്ദുൽ ലത്തീഫ് എന്നിവർ സംസാരിച്ചു. ആദ്യ ദിവസം കുട്ടികൾ ചെയ്ത ചിത്രരചന ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ കാണാൻ രക്ഷിതാക്കൾക്കും പൊതുജനങ്ങൾക്കും ഞായറാഴ്ച സൗകര്യമൊരുക്കുന്നുണ്ട്. ഹ്യൂമൻ വേൾഡ് ഫോർ ആനിമൽസ് ഇന്ത്യ നടത്തിവരുന്ന സംസ്ഥാനത്തെ പ്രവർത്തനങ്ങൾക്ക് കേരള പ്രൊജക്ട് കോർഡിനേറ്റർ നൈനാസ് കറയിയാണ് നേതൃത്വം വഹിക്കുന്നത്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ലഹരിക്കെതിരെ ശ്രീ നിത്യാനന്ദ യുവജന സേവാ സമിതിയും ഹോസ്ദുർഗ് ജനമൈത്രി പോലീസും സംയുക്തമായി ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ശ്രീ നിത്യാനന്ദ യുവജന സേവാ സമിതിയും ഹോസ്ദുർഗ് ജനമൈത്രി പോലീസും സംയുക്തമായി ലഹരിക്കെതിരായ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ഹോസ്ദുർഗ് ഇൻസ്പെക്ടർ P അജിത് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ രക്ഷാധികാരി ജയദേവൻ അധ്യക്ഷത വഹിച്ചു. 1ാം സ്ഥാനക്കാർക്കുള്ള പ്രൈസ് സ്പോൺസർ ചെയ്ത ദുബായ് ടയേഴ്സ് മാണിക്കോത്തിൽ നിന്നും സമിതി രക്ഷാധികാരി ഗംഗാധർ ജി റാവു ക്യാഷ് ഏറ്റുവാങ്ങി. തുടർന്ന് CI അജിത് കുമാർ കളിക്കാരെ പരിചയപ്പെടുകയും അവരോടൊപ്പം ബാറ്റ് ചെയ്യുകയും ചെയ്തു. ജനമൈത്രി പോലീസ് ഉദ്യോഗസ്ഥർ, ക്ലബ് ഭാരവാഹികൾ, നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കാഞ്ഞങ്ങാട് ഹോസ്ദുർഗിലെ ബദരിയ നഗർ ഗ്രൗണ്ടിൽ 24ഓളം ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് ഏപ്രിൽ 5, 6 തീയതികളിലായാണ് നടക്കുന്നത്. ലഹരിക്കെതിരെ ഹോസ്ദുർഗ് ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളെ ഏകോപിപ്പിച്ച വ്യത്യസ്തമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. ചടങ്ങിൽ SNYSS പ്രസിഡന്റ് സിദ്ധാർത്ഥ് സ്വാഗതവും ജനമൈത്രി ബീറ്റ് പോലീസ് ഓഫീസർ പ്രദീപൻ കോതോളി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പൊടവടക്കം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര ഭരണസമിതിയുടെ 50ാമത് വാർഷികാഘോഷം സുവർണോത്സവം 2025 തിരിതെളിഞ്ഞു. ക്ഷേത്ര തന്ത്രി IK കൃഷ്ണദാസ് വാഴുന്നവർ ഉദ്ഘാടനം ചെയ്തു.
പൊടവടുക്കം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര ഭരണസമിതിയുടെ 50ാമത് വാർഷികാഘോഷം സുവർണോത്സവം 2025 ഉദ്ഘാടന സഭ നടന്നു. ഒരു വർഷക്കാലം വിവിധ പദ്ധതികൾ ഉൾപ്പെടുത്തി ആഘോഷിക്കുന്ന ചടങ്ങ് ക്ഷേത്രതന്ത്രി AK കൃഷ്ണദാസ് വാഴുന്നവർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ V മാധവൻ നായർ ബാലൂർ അധ്യക്ഷത വഹിച്ചു. സുവർണോത്സവം സമ്മാനനിധി V നാരായണൻ നായർ അടുക്കത്തുവയൽ വ്യവസായ പ്രമുഖൻ ഡോക്ടർ മണികണ്ഠൻ മേലത്തിന് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. ആഘോഷ പരിപാടികളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ നിർമ്മിക്കുന്ന ഊട്ടുപുര നിർമ്മാണത്തിന്റെ ആദ്യ ഫണ്ട് വേങ്ങയിൽ തറവാട് കാരണവർ V അമ്പൂഞ്ഞി നായർ ക്ഷേത്രം തന്ത്രി കൃഷ്ണദാസ് വാഴുന്നവർക്ക് സമർപ്പിച്ച് നിർവഹിച്ചു. ചടങ്ങിൽ ആഘോഷ കമ്മിറ്റി രക്ഷാധികാരി V നാരായണൻ നായർ, മണികണ്ഠൻ മേലത്ത്, ദാമോദരൻ ആർക്കിടെക്ട്, V ബാലകൃഷ്ണൻ നായർ, സുകുമാരൻ നായർ മാവുങ്കാൽ, M മാധവൻ നായർ പൊടവടുക്കം, A നാരായണൻ നായർ പുതിയകണ്ഠം, K നാരായണൻ നായർ, പവിത്രൻ നിട്ടൂർ, അശോകൻ ഇടയില്യം, T കൃഷ്ണൻ, കുഞ്ഞിക്കേളു നായർ, ചന്ദ്രവതി അരിയളം, MC മോഹനൻ എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ സുരേഷ് കോട്ടക്കുന്ന് സ്വാഗതവും ശശിധരൻ തട്ടുമ്പൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാലിന്യമുക്തം നവകേരളം മാലിന്യമുക്ത ജില്ലയായി കാസർഗോഡിനെ പ്രഖ്യാപിച്ചു. ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ പുരസ്കാര വിതരണം നിർവഹിച്ചു. മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്ര മഹോത്സവത്തിലെ സുപ്രധാന ചടങ്ങായ മൂടപ്പസേവയ്ക്ക് ക്ഷേത്രമൊരുങ്ങി. ഞായറാഴ്ച രാവിലെ മധൂർ വിനായകദേവന്റെ ദിവ്യദർശനം ഭക്തലക്ഷങ്ങൾക്ക് ലഭിക്കും. കാസർഗോഡ് ജില്ലയിൽ വലിയ തോതിൽ മയക്കുമരുന്നുകൾ പിടികൂടിയത് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധം. UDF കാസർഗോഡ് മുനിസിപ്പൽ കമ്മിറ്റി നേതൃത്വത്തിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷം സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്ന പിലിക്കോട് ഗ്രാമപഞ്ചായത്തിലെ കാലിക്കടവ് മൈതാനം ജില്ലാ കളക്ടർ K ഇമ്പശേഖർ സന്ദർശിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.